നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു അടിപൊളി കറിയാണ്. താളിപ്പാട്ടോ, തരികിട കറി. അതായത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കറി തരികിടയാണെങ്കിലും അതായത് മത്തവള്ളിയുടെ തലയും കായും പൂവും ഇലയും എല്ലാം പെട്ട ഭാഗം ഉണ്ടാവില്ലേ, അത് നന്നായിട്ട് കഴുകി ചെറുങ്ങനെ മുറിച്ചെടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളിയും ഉണക്കമുളകും മുറിച്ചെടുക്കുക. വെളിച്ചെണ്ണയിൽ വാട്ടി വന്നതിന് ശേഷം അതിലോട്ട് നമ്മൾ ഇല ഇട്ട് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഇളച്ച് വെച്ചതിന് ശേഷം നീര് വേണ്ടവരാണെങ്കിൽ ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചെറിയ നീരോട് കൂടി ചോറിൽ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ ആ താളിപ്പിൻ്റെ കൂടെ ഉണ്ടാക്കുന്നത് മസാല കൊണ്ടാട്ടാണ് കേട്ടോ. അത് ചെറിയ കയ്പ്പൊക്കെയാണ് വീട്ടിലുണ്ടായത്, നല്ല കയ്പ്പാണ്. അപ്പോൾ അത് കറി വെച്ചാലും നമ്മൾ ആരും കഴിക്കില്ല, ഉപ്പേരി വെച്ചാലും കഴിക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. ആദ്യം കുറച്ച് കയ്പ്പൊക്കെ കനം കുറച്ചരിഞ്ഞതിന് ശേഷം ഉപ്പ് തേച്ചൊന്ന് ഒരു സെക്കൻഡ് ഒന്ന് വെക്കുക. അത് നന്നായിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം നമ്മളതിലോട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു സ്പൂണ് സുറുക്കി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ അപ്പോൾ തന്നെ നല്ലൊരു പരുവാവും കേട്ടോ. കയ്പ്പൊക്കെ കുഴഞ്ഞ പോലെ ആവും, നീരൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓയിലാണെങ്കിൽ അത് എന്താ വെച്ചാൽ സൺഫ്ലവർ എന്താ വെച്ചാൽ വെക്കാം, അത് നിങ്ങളിഷ്ടം. അതിലേക്കൊന്നിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കിയിട്ടൊന്ന് അടച്ച് വെക്കുക. കുറച്ച് കഴിയുമ്പോൾ മുരിഞ്ഞ് വരും. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ. മസാല കൊണ്ടാട്ടമായതുകൊണ്ട് ഒരു പ്രത്യേക രുചിയായിട്ട് അതിന് ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ ഒരു നല്ല സ്മെല്ലും ഉണ്ടാവും. അത് 1-2 ദിവസമൊക്കെ വെക്കുന്നതാണ് കേട്ടോ ഉത്തമം. നമ്മൾ എണ്ണയിൽ വറുത്ത് കോരി വെക്കുകയല്ലേ. ഇനി അതല്ലാതെ നമുക്കത് ഉണക്കിയിട്ട് മസാല തേച്ച് ഉണക്കിയിട്ടാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം ഇരിക്കും, എടുത്ത് വെക്കാം. സാധാരണ നമ്മൾ കൊണ്ടാട്ടം വെക്കണ പോലെ എത്ര വേണമെങ്കിലും ഇരിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ചില സമയങ്ങളിൽ നമുക്ക് കയ്പ്പൊക്കെ ഇഷ്ടം പോലെ കിട്ടുമല്ലോ, കുറഞ്ഞ വിലക്കുറവിലൊക്കെ. അപ്പോൾ കയ്പ്പൊക്കെ നമ്മളങ്ങനെ മസാല ആക്കി ഉണ്ടാക്കല്ലേ, വെറുതെ ഉപ്പ് തേച്ചില്ലേ അല്ലേ. മസാല ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. എരിവും പുളിയും ഉപ്പും എല്ലാം അടങ്ങിയതുകൊണ്ട് കാണാനൊരു ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കുഞ്ഞു വീഡിയോയാണ്, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക.